വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ്. നമ്മുടെ നീറ്റ് വേഗം ദോശയും ചായയൊക്കെ കുടിച്ചിട്ട് ഇന്ന് നീക്കാൻ വേണ്ടിയിട്ട് നല്ല നേരം വേണ്ടിയിട്ടായിരുന്നു. 10 മണി 10:15 ആയിട്ടോ. അപ്പോൾ ഈ ഫോൺ ഡിസ്പ്ലേ പൊട്ടിയിട്ട് തോന്നുന്നു ഒരു വെള്ള കളർ പോലെ എനിക്ക് തോന്നുന്നുണ്ടോ, അതോ എനിക്ക് തോന്നുന്നതാണോ അല്ലേ? ഈ മേലെ കൊണ്ടൊരു സൂര്യപ്രകാശം. ഓക്കെ, എന്തേലും ആവട്ടെ. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. അപ്പം നമ്മൾ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഓ, എന്താ വിളിച്ച്? അപ്പോൾ അവിടുത്തെ എന്താ വിളിച്ച് പറഞ്ഞോ? അപ്പോൾ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ പോണതിൻ്റെ മുന്നേ നമ്മൾ ഒന്ന് റെഡി. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടോ. ഇതടന്ന് നമ്മളൊന്ന് കാണിച്ചില്ലേ, അതടന്ന്. നല്ല വെയിലൊക്കെ ഉണ്ട് ഇപ്പോൾ. ഇനി ഇറങ്ങുമ്പോഴേക്കും എന്താ അവസ്ഥ എന്ന് കാണണ്ട. അപ്പം ഞങ്ങൾ പോയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ റെഡി ആയിട്ട് നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഇത് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ കാണിക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ വാസലിൻ്റെ ഗ്ലൂട്ടാ ഹയ. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സൂപ്പർ സാധനം. ഇതിങ്ങനെ ഇങ്ങോട്ട് ഇട്ടിട്ട് നമ്മളൊന്നും ഇങ്ങനെ ഇങ്ങോട്ട് വൈപ്പ് ചെയ്യും, ഇങ്ങോട്ട് ഇട്ടിടും. കൈ എടുക്കുമ്പോഴേക്കും ഇതങ്ങോട്ട് അബ്സോർവ് ആയിപ്പോയിക്കോളും. സൂപ്പറാണ് കേട്ടോ, നല്ലൊരു ഗ്ലൈസ് തരും സ്കിന്നിന്. അപ്പോൾ ഇത് പുരട്ടും ഞാൻ ആദ്യം. ഇത് ഞാൻ രാത്രി കിടക്കുമ്പോഴും തേക്കാറുണ്ട്. ഇതിപ്പോൾ കേട്ടോ ഞാനിപ്പോൾ ഒരു 1 മന്തല്ല, 1 മന്തിൻ്റെ മേലായിട്ടുണ്ടാവും. പക്ഷേ ഒരു ഇതൊരെണ്ണം വാങ്ങി മൊത്തം തീർത്തിട്ടാണ് ഇപ്പോൾ ഞാൻ പറയണത് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനം സൂപ്പറാണുള്ളത് കേട്ടോ. 99 രൂപയുള്ളൂ. പൂജട്ടിക്കും അങ്ങനെ ഇങ്ങനെയൊന്നും പിടിക്കാത്തത്. പക്ഷെ അവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ട് വെച്ചാൽ സ്യൂട്ടായിട്ടുണ്ട്. സ്മെല്ലൊക്കെ ഉണ്ട്. പക്ഷെ സ്മെല്ല് അങ്ങനെ നമുക്ക് ഒരുപാട് നേരം നിൽക്കൊന്നുമില്ലെങ്കിലും പുറത്തുനിന്ന് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്, സൂപ്പർ. ഇനി നമ്മൾ സൺസ്ക്രീൻ ഇതൊന്നും കൂടെ ഞാൻ പോവാറാകുമ്പോഴേ തേക്കുള്ളൂ. ഇനിയൊരു ലിപ്സ്റ്റിക്ക് ഇടാം. പൊന്നെ വഴുക്കരുത് കേട്ടോ. ഇതില്ലാത്തൊരു ജീവിതം ഇല്ലാന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. ലിപ്സ്റ്റിക്ക് ഇല്ലെങ്കിൽ എന്ത് ജീവിതം ഇല്ലായിട്ടാണ്, അങ്ങനല്ല. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു എന്തോ ഒരു കോൺഫിഡൻസ്, അല്ലാതൊന്നുമില്ല. ശരിക്കും അതല്ല നമ്മുടെ കോൺഫിഡൻസ്. ശരിക്കും ഇട്ടില്ലെങ്കിലും നമുക്ക് കോൺഫിഡൻസ് വേണം. പക്ഷെ ഞാനതിപ്പോൾ ഒരു 1 ഇയറൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു മുന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഏട്ടനൊക്കെ പറയും ലിപ്സ്റ്റിക്കൊക്കെ ഇടണത് പൊട്ടയാണ് വെച്ചാൽ പൊട്ട സ്ത്രീകളാണ് ലിപ്സ്റ്റിക്കൊക്കെ ഇടുക. അങ്ങനെയൊക്കെ ഒരു പൊട്ട മൈൻഡായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഞാനൊക്കെ പേടിച്ചാലും ദൈവം ഇതിട്ട് നോക്കുമ്പോൾ മുന്നൊക്കെ ഇതിട്ടിട്ട് നോക്കുമ്പോൾ ആൾക്കാർ നമ്മളിങ്ങനെ നോക്കും, എന്താപ്പോൾ അത് കഥ, എന്താപ്പോൾ ഇവളുടെ ഹാല്, ഇവള് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ആരാ എന്നൊക്കെ. ഇപ്പോൾ പിന്നെ അങ്ങനെ ആരും നോക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രായമുള്ളവർ മുതൽ കുഞ്ഞു കുട്ടികൾ വരെ ഈ സാധനം ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. കോളേജിൽ പോണവരും സ്കൂളിൽ പോണവരും എല്ലാവരും. അപ്പം അതുകൊണ്ട് നമുക്ക് ടീച്ചേഴ്സും എല്ലാവരും, ഒരുപാട് ടീച്ചേഴ്സൊന്നുമില്ല എന്നാലും, അപ്പം ഇഷ്ടമുള്ളവരുടെ രീതിക്ക് അനുസരിച്ചിട്ട് നടക്കുക. അതിപ്പോൾ മേക്കപ്പ് ഇടണമാവും ചിലവർക്ക് ഇഷ്ടം, ചിലവർക്ക് കുറച്ച് ഒരുങ്ങി നടക്കണമാവും ഇഷ്ടം, ചിലവർക്ക് ഒരുങ്ങാണ്ട് നടക്കണതാവും ഇഷ്ടം, ചിലവർക്ക് ഈ പറഞ്ഞ പോലെ നനയ്ക്കാണ്ടി നടക്കണതാവും ഇഷ്ടം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ആ ഇഷ്ടങ്ങൾ നമ്മളിപ്പോൾ ഇൻ്റെ ഇഷ്ടം മറ്റുള്ള ആൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവില്ല. ചിലപ്പോൾ എൻ്റെ ബ്രദറിനോ സിസ്റ്ററിനോ അച്ഛനോ അമ്മയ്ക്കോ ഏട്ടനോ അനിയനോ മക്കൾക്കോ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഇപ്പോൾ ഈ ഒരുക്കണ കാര്യം കേട്ടോ, അല്ലാതെ മറ്റുള്ള കാര്യങ്ങളല്ല. പുറത്തൊരു വ്യക്തിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾക്കും പാടില്ല എന്ന് പറയുന്നത് നടക്കണ കാര്യമല്ല. അപ്പോൾ ഞാൻ അപ്പുറത്ത് ഇരിക്കുന്ന ചേച്ചി ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ലിപ്സ്റ്റിക്കും കണ്ടും പൊട്ടും എഴുതുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി നിർത്തേണ്ട ഒരു ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല, അത് ആ ചേച്ചിയുടെ ഇഷ്ടമാണ്. അതുപോലെ ഈ ചേച്ചിയുടെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ചെറുതിലെ എനിക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്, ഒരുങ്ങി നടക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരുങ്ങും. എന്താ മേക്കപ്പ് എന്തിനാ മേക്കപ്പ്, പനിയായിട്ട് മേക്കപ്പിൻ്റെ എന്തോ പറഞ്ഞു. ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ട് വെച്ചിട്ടുണ്ടാവുകയാണാവോ. പൊട്ട് പിന്നെ എപ്പോഴും നമ്മൾ കുളി കഴിഞ്ഞാലും പോവാത്ത പൊട്ടൊക്കെ കൊണ്ട് അവിടെ തന്നെ നിൽക്കും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു എന്താണ് ഇപ്പോൾ ഇത് കഥ. ഇനിയിപ്പോൾ അഥവാ ഒരുങ്ങി പനിയാണ് ഒരുങ്ങി എന്താ കുഴപ്പം? എനിക്ക് പനിയായി കഴിഞ്ഞാലും ഇനിയിപ്പോൾ പനി ആയിട്ടില്ലെങ്കിലും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു
മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സൺസ്ക്രീനോ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു പൊട്ടും വെച്ച് ഒന്ന് കണ്ടെഴുതിയിട്ട് ഒരു കുറി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഞാൻ മൂഡ് ഓഫ് ആയിട്ട് തകർന്ന് തരിപ്പണ കൊണ്ടോറടങ്ങിയിരിക്കുന്ന സമയമാണെങ്കിലും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെൽഫായിട്ട് തന്നെ ഓക്കെ ഞാൻ ഓക്കെ ആണ് എന്നുള്ളത് എനിക്ക് അത് എൻ്റെ കോൺഫിഡൻസ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് പറയണത്. ഇന്നാരും നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടല്ല കേട്ടോ പറയണത്. അങ്ങനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ പേടിച്ചിട്ട് നമ്മൾ ചെയ്യാണ്ടേ ഇരിക്കണ്ട എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് എന്താ കഴിഞ്ഞാൽ ഇവിടെ ഫാനുണ്ട്, അവിടെ ഫാനില്ല. ഇനിയിപ്പോൾ നമുക്ക് മുടി ഒന്ന് ഈ പറഞ്ഞ പോലെ ചൂടായുണ്ട് നമ്മളൊന്നിങ്ങനെ വാരി കെട്ടി വേഗം കെട്ടാം. അപ്പോൾ നമുക്ക് സുഖമായിട്ട് വണ്ടിയിലിരിക്കുകയും ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനൊരു പൊട്ട് വയ്ക്കും, കണ്ണെഴുതുള്ളൂ. എനിക്ക് കണ്ണെഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കെന്തോ വയ്യാത്ത പോലെ ഒരുപാട് സങ്കടമുള്ള പോലെ ഇരിക്കാനത് അതൊക്കെ വെറുതെ കരാം ഫാനിൻ്റെ സൗണ്ടിൽ. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ റൂം ശരിയാക്കിട്ടോ സെറ്റ് ആക്കിയിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആക്കിയിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ അതാണ്ടാ ബെഡൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കാണില്ലേ, ഇതിങ്ങനെ ആക്കിയിട്ടോ ഞാൻ ഈ കട്ടിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങളെല്ലാവരും കൂടെ പിടിച്ച് കൊടുന്ന്, പിന്നെ അതിൻ്റെ ആണി ഇതൊക്കെ പോന്നായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനതൊക്കെ ആണിയൊക്കെ തറച്ച് കൂടെ ചുറ്റിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നമ്മുടെ ഇത് ആണി തറയ്ക്കാൻ വേണ്ടി വലിയ പാടായിരുന്നു കേട്ടോ. നമ്മൾ ഇടിമുട്ടിയില്ലേ ഉള്ളിയൊക്കെ ചതക്കണേ, അതിൻ്റെ ഒരെല്ലോണ്ട് ആണിയൊക്കെ തറച്ചത് കേട്ടോ. അവിടെ വാളമുട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഈ റൂം അങ്ങോട്ട് സെറ്റാക്കി എടുത്തു. ഇവിടെ ഫാനുള്ള കാരണം ഇവിടെ കിടക്കാൻ വേണ്ടി നിലത്ത് കിടന്നിട്ട് എൻ്റെ പൊന്നേ ഞാൻ കുടുങ്ങി. അത് വിചാരിച്ചിട്ട് അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഇപ്പം എന്താ കടമുട്ടി കുറച്ച് മുരിങ്ങയില പൊട്ടിക്കാൻ വേണ്ടി മേലെ പോയതായിരുന്നു അമ്മയ്ക്ക്. അവിടേക്ക് കൊണ്ടുപോകും. അവിടെ മുരിങ്ങയില കിട്ടാൻ പാടാണ്. അമ്മയ്ക്ക് ഇഷ്ടമാട്ടോ നമ്മുടെ പോലെ. അതുകൊണ്ട് ഇപ്പം കണ്ടോ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇടുമ്പോഴേക്കും എനിക്ക് മേക്കപ്പ് ഇതേപോലെ തോന്നണേന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പൗഡർ പോലും ഇട്ടിട്ടില്ല, ഞാൻ അപ്പോൾ അതെല്ലാം ഇട്ടിട്ടുള്ളൂ. പക്ഷേ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമുക്ക് എല്ലാവർക്കും മുഖത്തിനൊരു ബ്രൈറ്റ്നെസ് വരും. ഓക്കെ, അപ്പം ഇനി ഒരു പൊട്ടിടണം, കണ്ണെഴുതണം, പോകണം, പൂജിറ്റി കുളിക്കുക, അവളുടെയും കൂടെ കഴിയണം കേട്ടോ. 2 മണിക്ക് വണ്ടി വരും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി അവിടെ ഇറങ്ങുമ്പോൾ കാണിക്കാം. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പം ഇനി നമുക്ക് വണ്ടി വരുന്നതിന് മുന്നേ പൊട്ടും കണ്ണൊക്കെ എഴുതിയിട്ട് അങ്ങോട്ട് റെഡി ആയി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ. അത് ലാസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. തല ഞാനിപ്പോൾ കുളിച്ചിട്ടില്ല കേട്ടോ. വൈകിട്ട് വന്നിട്ട് തല നനയ്ക്കാമെന്ന് വിചാരിച്ചാൽ മേലെ എഴുതിയിട്ടാൽ പോകണുള്ളൂ. തലയും കൂടെ നനച്ച് പോകുമ്പോഴേക്കും നട്ടു ചെയ്യുമ്പോഴേക്കും ആ കൂടെ പണിയോ ഞാൻ പറഞ്ഞുള്ളൂ നമ്മളിന്ന് നീക്കാൻ നേരം വൈകിയെന്ന്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് കണ്ണെഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇല്ല എന്തൊരു മനസ്സമാധാനം ഉണ്ടത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ വയ്യാത്ത പോലെ തോന്നും. അതുകൊണ്ടാണ് കേട്ടോ. ഗൈസ് കണ്ണം ഇവിടെ റെഡിയായി കിടന്നു. പൂജിക്ക് ഇവിടെ റെഡി ആവുന്നുണ്ട് ഗൈസ്. റെഡിയായിട്ടൊക്കെയാണ് വീടുണ്ടാക്കുമ്പോഴത്തെ കാര്യമല്ലേ, നമുക്കൊക്കെ റെഡിയാക്കാം. വേഗം ഒരുങ്ങിക്കോ, വണ്ടി ഇപ്പോൾ വരും. ഹായ് പറഞ്ഞ കണ്ണ. ഹായ് ബൈ. മുരിങ്ങയുടെ എല്ലാം നാട്ടാ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇതായിരിക്കും ഇതിലുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ വന്നപ്പോഴേക്കും നമ്മളിതാ വീടൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അലിക്കാക്കയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം. അവിടുന്ന് നടക്കാൻ വേണ്ടിയിട്ടുള്ള ദൂരമുള്ളൂ. ഇപ്പോൾ ഈ വർഷക്കാലമൊക്കെ ആയതുകൊണ്ട് പാടത്ത് കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് വണ്ടി വിളിച്ച് പോണത്. വണ്ടി വിളിച്ചിട്ടാണെങ്കിലും ഇതാ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. വീട്ടിലെത്തി ഇതാ നമ്മൾ അലിക്കാക്കോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ആളെ ഒരു 4:30 ആകുമ്പോൾ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. വിളിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ആളങ്ങനെ പോയി. ഇനി 4:30 ആകുമ്പോൾ അലിക്കാക്കനെ വിളിച്ച് അലിക്കാക്ക വരും. ഞാൻ നമുക്ക് മുരിങ്ങയിലൊക്കെ കൊടുത്ത് നേരെ ഇറങ്ങിയിട്ട് കുട്ടികളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. പിങ്കല്ലേ ഒരു കഷ്ണം കടങ്ങാട്ടി കൊടുത്താച്ചണ്ടേ. അതെ വരില്ലല്ലോ. ശനി ഞായറും പോയാലാണ് കുട്ടീസിനൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങി തിരിച്ചത് കേട്ടോ. അച്ചോട്ടൻ വന്ന പാടെ ചോദിക്കണതൊന്നും പോവില്ലല്ലോ, അവിടെ നിൽക്കുക എന്നാണ് കേട്ടോ. എപ്പോൾ ചെന്നാലും അവനതാണ് ആദ്യം അറിയേണ്ടത്, നമ്മളവിടെ നിൽക്കുമോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പോവും എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ തെറ്റി എന്നൊക്കെ പറഞ്ഞ ആൾക്ക് വലിയ വിഷമാണ് കേട്ടോ. അപ്പോൾ വന്നിട്ട് നമ്മൾ സോപ്പിടുന്നതാ. ഇനിയിപ്പോൾ പൂജനൊരു ഉമ്മ കൊടുത്ത് എനിക്ക് ഉമ്മ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വേഗം വന്ന് നമ്മളോട് പൊന്നാരൊക്കെ കാണിച്ച് ഉമ്മയൊക്കെ തന്നിട്ട് അങ്ങനെ സോപ്പിടും. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഓരോന്ന് കുടുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ വലിയ സ്നേഹമാണ് കേട്ടോ. നമ്മൾ എത്തുമ്പോഴേക്കും അവിടെ നിൽക്കണ ആൾക്ക് അന്നൊരു ദിവസം അവിടെ നിൽക്കുമോ എന്നുള്ളത്
അതാണ് ആദ്യം ആശാൻ അറിയേണ്ടത് കേട്ടോ. പിന്നെ കണ്ണൻകുട്ടിയുടെ കൂടെ കളിയും മേളമൊക്കെ ആയിട്ട് അങ്ങനെ രണ്ടാൾ രണ്ട് വഴിക്ക് അങ്ങനെ ഇങ്ങോട്ട് പൊക്കോളും. ബോളായിട്ടും ക്യാരം ബോർഡായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അവൻ എന്തൊക്കെ ചെയ്യേണ്ടത് എന്തൊക്കെ കളിക്കേണ്ടതെന്ന് അവൻ പോണ സമയം കൊണ്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഉള്ള സമയം കൊണ്ട് അവർ രണ്ടാളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ഞാനിനി 2-3 നാളികേരം പൊളിക്കാമെന്ന് വിചാരിച്ചു. അമ്മ പറഞ്ഞു 3 നാളികേരം 2-3 നാളികേരം കൊണ്ടേക്കോളാം. അവിടെ ഇല്ല കേട്ടോ, ഉള്ളതിൽ വെച്ചിട്ട് 2-3 എനിക്ക് തന്നത്. ആ കിടക്കുന്ന നാളികേരത്തിലൊന്നും വെള്ളമില്ലാണ്ട് കൊട്ടത്തേങ്ങ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളതിൽ 2-3 ഞാൻ പൊളിക്കുകയാണ്. കൂടെ കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്ന് അവർ എടുത്ത് തരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, എൻ്റെ പിന്നാലെ വട്ടം ചുറ്റി നടക്കണുണ്ട് കേട്ടോ. അതാകുമ്പോൾ ചിലപ്പോൾ വീഡിയോ വൈറലായാലോ. അവിടെ ഇടാം, കുഴപ്പമില്ല. ഇനിയിപ്പോൾ പിന്നെ മുന്താസ് ടീച്ചറൊക്കെ കാണുകയും ചെയ്യും. ഏതാ ടീച്ചർ? ശ്രുതി ടീച്ചറൊക്കെ കാണും. അപ്പം എന്ത് ചെയ്യും? ഇതൊക്കെ ഒരു രസമല്ലേ? വൈൽഡ് അല്ലേ? ഇതൊന്നുമില്ല കേട്ടോ, ഇടത്തില്ലടാ. സക്കീർ ബായ് മതി. ഇവിടെ ഒരെണ്ണം കൂടെ പിടിക്കത്തായ നീ വിടണ്ട. അതൊന്ന് പിടിക്കോ, എന്നാ കയറിക്കോളൂ. ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോരോ. കേറ്. ഇതൊക്കെ പൂജയ്ക്ക് സമ്മാനങ്ങൾ കിട്ടിയതാണ് കേട്ടോ. കുറച്ചൊക്കെ ഞങ്ങൾ കൊടുന്നിട്ടുണ്ട്, കുറച്ചൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പം അവിടുന്ന് അതിൻ്റെ മുന്നേ അച്ചുട്ടൻ ഈ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അച്ചുട്ടനോട് സംസാരിക്കണം, അവനൊന്ന് വീണു, അത് വീഡിയോയിൽ എടുക്കരുത് ദൂസേന്ന് പറയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വൈറലാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആകെ ചമ്മി നാണക്കേടായിട്ട് ഇടണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് അമ്മയ്ക്ക് മുരിങ്ങടല ഊരി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടാളും വായത്തോരാണ്ട കാര്യം പറഞ്ഞുകൊണ്ട് എടുത്തുമ്പോൾ ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആളോട് കുറേ നേരം ഒന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോരേണ്ട സമയമായിട്ടോ. നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ഒരുപാട് നേരം ഒന്നും ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിൽക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കൂടെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് ഇറങ്ങി പോരും കേട്ടോ. അങ്ങനെ വിട്ടിട്ട് പോരുമ്പോൾ നമുക്ക് ഇടങ്ങറയ്ക്ക് തന്നെയാണ്. അമ്മോട് കുറേ നേരം ഇരുന്ന് വർത്താനം പറയാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും കണ്ടൊരു സമാധാനത്തിൽ ഞങ്ങൾ തിരിച്ച് പോരാണ് കേട്ടോ. വീട്ടിൽ പോയി എത്തിയിട്ട് കുറച്ച് നേരമായിട്ട് ഞാൻ വന്നപാടെ നമ്മുടെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. പൂജിറ്റി അപ്പോഴേക്കും അലക്കാണ്ടായിരുന്നു, കുറച്ച് അവിടെ അതൊക്കെ ചെയ്തു. ഉമ്മറടിച്ചു വരലും കഴിഞ്ഞൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ നമുക്കൊരു ഫോണല്ലേ ഉള്ളൂ. അപ്പോൾ എഡിറ്റിങ്ങും വീഡിയോ എടുക്കലും ഒക്കെ കൂടെ ആകുമ്പോൾ നമ്മളൊന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരം വൈകും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാ പൂജിറ്റിയുടെ കുളിയും കഴിഞ്ഞു. ഇനിയും നമ്മൾ വിളക്ക് വെക്കട്ടെ കേട്ടോ. 6 മണി 6:10 6:15 അപ്പം ഇനി വിളക്ക് വെച്ചിട്ട് മീനുണ്ട് കൊണ്ടുവന്നിട്ട് അതുണ്ടാക്കണം. വീഡിയോ ഇട്ടിട്ട് വേണം നമുക്കിനി ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വിളക്ക് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ പൂജിറ്റിയാണ് കേട്ടോ വിളക്ക് വയ്ക്കുന്നത്. ഇനി ഈ കുളിയൊക്കെ കഴിയുമ്പോഴേക്കും നേരം വൈകും. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ അമ്മയെ കണ്ടതും ഉണ്ണിയോളെ കണ്ടതൊക്കെ ആയിട്ടുള്ള കുഞ്ഞൊരു വ്ളോഗാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കി വ്ളോഗ് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.